നമസ്കാരം. എല്ലായിടത്തും ചക്ക ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചക്ക പഴുത്ത് കഴിക്കുന്ന നമുക്ക് എല്ലാവർക്കും ചക്ക തരുന്ന ഒരു മരമാണിത്. കഴിഞ്ഞ വീഡിയോയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചക്ക നല്ല ഹൈറ്റിൽ, ഈ മരം നല്ല ഹൈറ്റിൽ പോയതുകൊണ്ട് കട്ട് ചെയ്തതിന് ശേഷം ഇത് ശരിക്കും എല്ലാം ഉണങ്ങി. അപ്പോൾ അതേ സ്ഥാനത്ത് അതിൻ്റെ ഓർമ്മക്ക് വേറെ ഒരു പ്ലാവ് വെക്കുകയാണ്, വിയറ്റ്നാം പ്ലാവ്. ഇതും 1.5 വർഷം കൊണ്ട് ചക്ക ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിൽ നല്ല സ്മാർട്ടായിട്ട് വളർന്നതാണെങ്കിൽ 1 വർഷം കൊണ്ട് തന്നെ ചക്ക ഉണ്ടാവും. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച രാവിലെ 8:45, ശരിക്കും ചൊവ്വയും വെള്ളിയും രാവിലെ 6:50 മുതൽ 8:50 വരെയാണ് ഇതിൻ്റെ ടൈം, ഈ മരം നടേണ്ട ടൈം. എല്ലാ സമയത്തും എല്ലാ ദിവസവും നടാം. പക്ഷേ എങ്കിൽ ഈ ടൈമിൽ നട്ടാൽ പെട്ടെന്ന് നമുക്ക് ഫലം ഉണ്ടാവും, കായ് ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് നടാം. അതിനു മുന്നേ കുറച്ച് വളം ഇടണം. അതിനെടുത്തിരിക്കുന്നത് ആദ്യം തന്നെ കുമ്മായം ആദ്യം ഇടാം. കുഴിയിലൊന്ന് കാണിക്കും. കുമ്മായം ഇടുന്നത് എന്തെന്ന് വെച്ചാൽ പെട്ടെന്ന് വേര് ഓടും, അതുപോലെ തന്നെ നല്ല തണുപ്പും കിട്ടും. പിന്നെ ഇടുന്നത് അടുപ്പിലെ ചാരം, വെണ്ണീരാണ്. അടുപ്പിലെ ചാരം എല്ലാം കുമ്മായെല്ലാം കുറച്ച് മതി, നല്ല തണുപ്പും അതുപോലെ വേര് നന്നായിട്ട് ഓടും. പിന്നെ ഇടുന്നത് ഇത് കണ്ട ചായപ്പൊടിയാണ്. ചായപ്പൊടി നിർബന്ധമൊന്നുമില്ല, ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ഇടുന്നതേ ഉള്ളൂ. പിന്നെ ഇടുന്നത് ആലവളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ചാണകപ്പൊടി ഇത്രയും മതി. പക്ഷേ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തു. എന്തായാലും പകുതി ഇവിടെ ഇരിക്കട്ടെ, വേറൊരു സാധനം കൂടി നടാനുണ്ട്. പിന്നെ ഇനി ഇടേണ്ടത് കുറച്ച് പിണ്ണാക്കാണ്. പിണ്ണാക്ക് ശരിക്കും പൊടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത്. ഇത് പിണ്ണാക്ക്, നമ്മളെ പശുവിനൊക്കെ കൊടുക്കുന്ന പിണ്ണാക്ക്. അപ്പോൾ ഇത്രയും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലാവ് നടുന്നത് കാണാം. അപ്പോൾ നല്ലൊരു കൈക്കോട്ടാണ്. ഒന്ന് ഇങ്ങനെ മണ്ണ് വളയിൽ വിട്ടിട്ട് മണ്ണൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഇളക്കി കൊടുക്കുക. അമ്മച്ചി എല്ലാം കുറച്ച് സൈഡിലാക്കുക. അപ്പോൾ ഇതാ, എത്രയും പെട്ടെന്ന് ചക്ക ഉണ്ടാവട്ടെ. ഇതിങ്ങനെ വെച്ച് ലെവലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ മാത്രം മണ്ണ് നമ്മൾ ഇങ്ങനെ ഇടുക. ഒരുപാട് മണ്ണൊന്നും കാണുന്നില്ല. സൈഡിൽ മണ്ണിട്ടിട്ട് തൽക്കാലമായിട്ട് ഇത്രയും മതി. ഇത് നന്നായിട്ട് കുറച്ച് ഉയരത്തിൽ പോയതിന് ശേഷം നമുക്ക് ഇതെല്ലാം മൂടാം. ഇത് മൂടുമ്പോഴും കുറച്ച് വളം ഇടുന്നുണ്ടെങ്കിൽ നല്ലതാണ്. അതുപോലെ ഇതിന് കുറച്ച് ചവറ് ഇടണം. ഈ സമയം തന്നെ ഒരു വർണ്ണശലവും തേന്നുകരാൻ വന്ന ഒരു അപൂർവ കാഴ്ച, മനോഹര കാഴ്ച അല്ലേ, അടിപൊളി. അപ്പോൾ എനിക്ക് കിട്ടിയത് കുറച്ച് കമ്മ്യൂണിസ്റ്റപ്പയാണ്. ആ കമ്മ്യൂണിസ്റ്റപ്പ കുറച്ച് ബാക്കി പിന്നീട് കുറച്ച് തോല് ഇടുക. അതുപോലെ സൈഡിലുള്ള പുല്ലെല്ലാം പറിച്ചിട്ട് ഇവിടെ ഇട്ടേക്കാം. ഇനി കുറച്ച് ഇതേമാതിരിയുള്ള ഇലകൾ കട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരുന്നതാണ്. അടിപൊളി ഒരു പൂച്ചെടിയുണ്ട്. ഇതെൻ്റെ പെങ്ങളുടെ വീട്ടിലാണ് ഈ പ്ലാവും ഇതൊക്കെ നട്ടതും. അതുപോലെ തന്നെ ഇതിന് അങ്ങനെ ഒരു വളമൊന്നും വേണ്ട, ഏത് ചുമരിലും വെറുതെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. നല്ലൊരു അടിപൊളി പൂക്കളല്ലേ. ഇതിൻ്റെ മുകളിൽ തോലിട്ടത് കമ്മ്യൂണിസ്റ്റപ്പയും അതുപോലെ തന്നെ ശ്രീമതിക്കൊന്നയാണ്. ശ്രീമതിക്കൊന്നേനെ അറിയില്ലേ, ചൈനയിൽ നിന്ന് വന്ന ചീമക്കൊന്ന, സുന്ദരിയായ ചീമക്കൊന്ന. നമ്മുടെ എല്ലാം കേരള കർഷകരുടെ മനം കവർന്ന ഒരു സുന്ദരിയാണ്. ഏറ്റവും നല്ല വളമാണ് ഈ ചെറിയ ചെടികളൊക്കെ നടുമ്പോൾ, ഈ കമ്മ്യൂണിസ്റ്റപ്പയും അതുപോലെ ശ്രീമതിക്കൊന്നയും. പിന്നെ ഈ പ്ലാവ് ഉണ്ടല്ലോ, ഈ പ്ലാവ് റെഡ് ലേഡി എന്നാണ് പറയുന്നത്, വിയറ്റ്നാം റെഡ് ലേഡി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ചക്ക ഉണ്ടായതിന് ശേഷം നോക്കാം നമുക്ക്. അപ്പോൾ രാവിലെ 6:50, 9 മണിക്കുള്ളിൽ നടുന്നതെന്ന് പറഞ്ഞാൽ ഈ പഴങ്ങളുണ്ടാകുന്ന എല്ലാ ചെടികളും, എല്ലാ മരങ്ങളും ചൊവ്വയും വെള്ളിയും 6:50 മുതൽ 9 മണി വരെക്കുള്ളിൽ നട്ടു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് വളരും. 99.9% വരെ വിജയിക്കും. അത് ഉണങ്ങിപ്പോവില്ല. അതുമാത്രമല്ല
ഒരുപാട് പഴങ്ങളും ഉണ്ടാവും. മറ്റുള്ളതെല്ലാം എന്ന് വെച്ചാൽ പഴങ്ങളില്ലായിട്ടില്ല, പക്ഷേ ഇത് നന്നായിട്ട് ഒരുപാട് പഴങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ഈ ദിവസം തന്നെ നടാൻ പറയുന്നത്. ഇപ്പം നടാൻ പോകുന്നത് നമ്മൾ റംബുട്ടാനാണ്. ഇതേപോലെ തന്നെ പിന്നെ കിഴക്കോട്ട് തിരിഞ്ഞിട്ടാണുള്ളത്. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച രാവിലെ 8:50 കേട്ടോ. ആദ്യം തന്നെ ഇട്ടത് നേരത്തെ ചെയ്ത പോലെ തന്നെ കുമ്മായം. ബാക്കിയെല്ലാം ഇപ്പം മിക്സാക്കിയിട്ട് തേക്കാം. മിക്സാക്കിയിട്ടിട്ട്, കാരണം ഓരോന്നിടുമ്പോൾ അത് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ മിക്സാക്കിയിട്ട് എല്ലാം മിക്സാക്കി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് റംബുട്ടാൻ, ഇതിൻ്റെ മുകളിൽ കാണുന്ന ഇലവാണ്. പിന്നെ ഇതിന് കാഴ്ചിട്ട് ആ ഒരു വീഡിയോയും കൂടി ചെയ്യണം. അപ്പോൾ നടുവാണേ, ഈ കുഴിയിലോട്ടൊന്ന് കാണിക്ക്. ഇങ്ങനെ നമ്മൾക്കിങ്ങനെ നേർക്ക് പോകാൻ, മുകളിലൊന്നും മരങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നട്ടാൽ പെട്ടെന്ന് അങ്ങോട്ട് മുളച്ച് പോകും. പിന്നെ കുഴിയൊന്നും ഒരു ലെവൽ അല്ല, ഞാൻ എൻ്റെ ഒരു ഇതിന് കഷ്ടപ്പെട്ട് കുഴിയെടുത്തതാണ്. അപ്പോൾ ഇത്രയാണ് മണ്ണിപ്പം ഇടുന്നത്. ഇനി ചപ്പ് ചവറ് ഇടണം. സോറി, ഇത് പിണ്ണാക്കിടാൻ മറന്നു. എന്തായാലും മഴയായതുകൊണ്ട് ഉറുമ്പൊന്നും കൊണ്ടുപോയില്ല പിണ്ണാക്ക്. അപ്പം എല്ലാം ഇതിൽ തന്നെ ആവും. തൽക്കാലം എന്തായാലും നട്ടു. എനിക്ക് കിട്ടിയത് കുറച്ച് മാവിൻ്റെ കൊമ്പാണ്. അപ്പോൾ മാവിൻ്റെ കൊമ്പ് ഇതാ ഇങ്ങനെ എടുത്ത് വെക്കാം. കുറച്ച് കഴിയുമ്പോൾ നല്ല തോലെല്ലാം ഇട്ടിട്ട് മൂടും. കുറച്ചൊന്ന് വെയിലെല്ലാം വരട്ടെ. മഴയെല്ലാം പോയി വെയിലെല്ലാം വന്നതിന് ശേഷം കുറച്ച് ഇതേപോലെയുള്ള കൊമ്പുകൾ, തോല് എല്ലാം ഇട്ടിട്ട് മൂടും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പ്ലാവ് നട്ടു, അതുപോലെ തന്നെ റംബുട്ടാനും നട്ടു. എത്രയും പെട്ടെന്ന് രണ്ടിന് കായ് ഉണ്ടാകട്ടെ. ഞാൻ റംബുട്ടാനും ഇട്ട് കൊടുത്തതും ഇതേപോലെ തന്നെ പിന്നെ കമ്മ്യൂണിസ്റ്റ് അപ്പയും അതുപോലെ തന്നെ ശ്രീമതിക്കൊന്നയാണ്. ശ്രീമതിക്കൊന്നയുടെ നാട് വിവരങ്ങളെല്ലാം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഏറ്റവും നല്ല വളമാണ് ഇത്. ചെറിയ ഇതേപോലത്തെ തൈകൾ നടുമ്പോൾ ശ്രീമതിക്കൊന്നയും അതുപോലെ കമ്മ്യൂണിസ്റ്റ് അപ്പയും ഇടുക. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. എന്ത് സാധനവും നട്ടു കഴിഞ്ഞാൽ നനക്കണം എന്നില്ല. അപ്പോൾ അടിപൊളി ഒരു മഴയും പെയ്തു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഒരുപാട് ചോദ്യങ്ങളും അതുപോലെ വലിയ വലിയ സമ്മാനങ്ങളുമായിട്ട് അടുത്ത ദിവസം തന്നെ നിങ്ങളുടെ മുന്നിലെത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. ബൈ ബൈ.